അജിംസ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളം കാതോർത്തിരുന്ന ആ ശിക്ഷാവിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം, അതായത് വധശിക്ഷ ഇല്ല എന്നുള്ളതാണ്. ജീവപര്യന്തമാണ് കൊച്ചി CBI കോടതി വിധിച്ചിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് കൊച്ചി CBI കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. ജഡ്ജിയായ എൻ ശേഷാദ്രിനാഥനാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചു തുടങ്ങിയിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം, 10-15 പ്രതികൾക്കും ജീവപര്യന്തം. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് എന്താണോ കുറ്റം ബാധകമായിരിക്കുന്നത് ആ കുറ്റം തന്നെയാണ് ഈ 10-15 പ്രതികൾക്കും ചുമത്തിയിരുന്നത്. അങ്ങനെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കും ജീവപര്യന്തം എന്നുള്ളതാണ്. ഇനി പ്രധാനമായും അറിയാനുള്ളത് 4 CPM നേതാക്കൾക്കും എന്തായിരിക്കും ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ്. നിലവിൽ വന്നിരിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കും ജീവപര്യന്തമാണ്. ഇനി മറ്റ് 4 നേതാക്കൾക്കും എന്തായിരിക്കും ശിക്ഷ എന്നുള്ളതാണ് ഏവരും കാതോർക്കുന്നത്. ഇതിൽ തന്നെ 1-ാം പ്രതിയായ പീതാംബരൻ, 2-ാം പ്രതിയായ സജി ജോർജ്, 3-ാം പ്രതിയായ സുരേഷ്, 4-ാം പ്രതിയായ അനിൽകുമാർ, 5-ാം പ്രതിയായ ഗിജിൻ, 6-ാം പ്രതിയായ ശ്രീരാഗ്, 7-ാം പ്രതിയായ അശ്വിൻ, 14, 20, 21, 22 പ്രതികൾക്ക് 5 വർഷം തടവ് എന്നുള്ളതാണ്. അതായത് 4 CPM നേതാക്കൾക്കും, കാസർഗോഡ് ജില്ലയിലെ 4 പ്രധാനപ്പെട്ട CPM നേതാക്കൾക്കും 5 വർഷം തടവ് എന്നുള്ളതാണ്. 14-ാം പ്രതിയായ കെ മണികണ്ഠൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയാണ്. ഇതിന് പുറമെ KV കുഞ്ഞിരാമൻ മുൻ ഉദുമ MLA ആണ്. സ്വാഭാവികമായിട്ടും എന്താണ് കുഞ്ഞിരാമന് ശിക്ഷ വിധിക്കുക എന്നുള്ളത് ഏവരും ഉറ്റുനോക്കിയിരുന്നതാണ്. അങ്ങനെ 14, 20, 21, 22, 21-ാം പ്രതി രാഘവൻ വെളുത്തോളിയാണ്. മുൻ പാക്കം ലോക്കൽ സെക്രട്ടറിയാണ്. ഒപ്പം പ്രാദേശിക നേതാവായ 22-ാം പ്രതിയായ KV ഭാസ്കരൻ. ഈ 4 CPM നേതാക്കൾക്കും 5 വർഷം തടവ് എന്നുള്ളതാണ്. നമുക്കറിയാം 3 വർഷത്തിന് താഴെയായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ജാമ്യം ലഭിക്കുമായിരുന്നു. എന്നാൽ 5 വർഷമാണ് ഇപ്പോൾ തടവിന് വിധിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അവർക്കെതിരെ 225 ആണ് ചുമത്തി